നമസ്കാരം. നമസ്കാരം. പുതിയ വർഷത്തിൽ നമ്മൾ ആദ്യം കാണുകയാണ്. അതെ, നമുക്ക് 2023 ഒരു മാർക്കിടിൽ നടത്താം. രണ്ടുപേര്, ഒന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും. ഇവർക്ക് കഴിഞ്ഞ വർഷത്തെ രാഷ്ട്രീയ പെർഫോമൻസ് അനുസരിച്ച് എത്ര മാർക്ക് കൊടുക്കാൻ കഴിയും? അല്ല, അങ്ങനെ ഒരു മാർക്കിടൽ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആരാണ് കൂടുതൽ പ്രൊഫഷണലായിട്ട് പെർഫോം ചെയ്ത് എന്ന് പരിശോധിക്കുന്ന സമയത്ത് അത് നരേന്ദ്രമോദിയാണ്. പിണറായി വിജയൻ എന്തായാലും പബ്ലിക്കായിട്ട് പൊതുവായിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് പോരായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് പോരായ്മകൾ? അല്ലേ, നവകേരള ജാഥ അല്ലെങ്കിൽ നവകേരള സദസ്സ് എന്ന് പറയുന്ന സംഭവം അത് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എനിക്കിഷ്ടമുള്ളൊരു കൺസെപ്റ്റാണ്. അതെ, കാരണം ജനങ്ങളെ കാണുന്നു, ജനങ്ങളുടെ പരാതികളുടെ പ്രശ്നമല്ല. അതെ, ഒരു ഗവൺമെൻറ് ജനങ്ങളിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ ഞാനതിന് വിളിക്കുന്നത് ഗവൺമെൻറ് ഓൺ വീൽസ് എന്നാണ്. അവർ ചെല്ലുകയും അവരെ കേൾക്കുക എന്ന് പറയുന്ന സംഭവം ഇവിടെ നടന്നിട്ടില്ല. അവരെ കേൾക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുക, ഇൻട്രാക്ഷൻസ് ആണ് ശരിക്കും. അല്ല അവരെന്ത് പറഞ്ഞു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് പോയതും എന്താണത് കുഴപ്പത്തിലായതും എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അവരുമായിട്ട് സംസാരിക്കുക, ഇൻട്രാക്ഷനാണ് പ്രധാനപ്പെട്ടത്. കാരണം എന്ന് വെച്ചാൽ ജനങ്ങളെ കേൾക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രോസസ്സാണ്. ഇത്രയും വരുന്ന ജനക്കൂട്ടത്തിൽ എല്ലാവരും കേൾക്കുക എന്ന് പറയുന്നത് നടക്കണമെന്നില്ല, പ്രായോഗികമല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു പരിമിതിയുണ്ട്. പക്ഷേ ഇവർ സംസാരിക്കുക അങ്ങനെ. പക്ഷേ എന്തായാലും ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പറഞ്ഞ പ്രോസസ്സ് ശരിയായ രീതിയിലാകുകയുള്ളൂ. അങ്ങനെ ഇൻട്രാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഇൻട്രാക്ഷന് ആ ഗവൺമെൻറ് തിരുത്തുന്ന ഒരു സംവിധാനം അല്ല. ഇൻട്രാക്ഷൻ നടന്നിട്ടുണ്ടോ? ഇല്ല, നമ്മളുടെ കൺസെപ്റ്റ് വെച്ച് പറഞ്ഞതാണ്. ഇൻട്രാക്ഷൻ നടന്നാലാണ് അതൊക്കെ നടക്കുള്ളൂ. അത് ഗവൺമെൻറ് തിരുത്തുന്ന ഒരു സംവിധാനമായിട്ട് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഓൺ വീൽസ് എന്ന് പറയുന്ന ആ രീതിയിൽ ഏറ്റവും പെർഫെക്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് മാറാം. പക്ഷെ ഇവിടെ സംഭവിച്ചത് അതല്ല. ഇവിടെ ഈ നവകേരള സദസ്സ് എന്ന് പറയുന്നതിൻ്റെ സംഘാടനം അത് വളരെ നല്ലതായിരുന്നു. കാരണം എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ ജനങ്ങളുണ്ടായിട്ടുണ്ട്. ഈ അവസാനം നടന്ന സമ്മേളനത്തിൽ പോലും നന്നായിട്ട് ജനങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റ് എന്താണ്? അത് ഗവൺമെൻറ്റിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ ഗുഡ് വിൽ ഉണ്ടാകുകയാണ്. പക്ഷേ ഈ തുടക്കത്തിൽ തന്നെ ആ ഗുഡ് വിൽ തകർത്തു. കാരണം എന്ന് വെച്ചാൽ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന സമയത്ത് തന്നെ ചെയ്തെന്താണ് ഇവർ? പോലീസ് പറയുന്നത് കേൾക്കുന്ന ഒരു സർക്കാരായി സർക്കാർ മാറുകയാണ് ചെയ്യുന്നത്. പോലീസ് പിണറായി വിജയനെ ഉപദേശിച്ചു, ഇവിടെ ആളുകൾ ഇങ്ങനെ കുഴപ്പമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇവരെയൊക്കെ പിടിച്ചിട്ട് ജയിലിലിരുന്നു. കരുതൽ തടങ്കൽ എന്ന് പറയുന്ന രീതിയിൽ കുറേ ആളുകളെ പിടിച്ച് അകത്തിട്ടു, അല്ലെങ്കിൽ പിടികൂടി. അതോടുകൂടി പ്രതിഷേധം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. രക്ഷാപ്രവർത്തനം തുടങ്ങി. പ്രതിഷേധം ആരംഭിക്കുന്ന സമയത്ത് എന്താണ്? ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ആളുകളുടെ തലക്കടിക്കുക, പൂച്ചട്ടിക്കടിക്കുക, ഹെൽമെറ്റിനടിക്കുക. എന്നിട്ട് മുഖ്യമന്ത്രി അതിനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? അതാണ് രക്ഷാപ്രവർത്തനം. അല്ല, അതിന് നക്ഷൽ എന്ന് പറയുന്നത് നവകേരള സദസ്സ്, ആ യാത്ര എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ ഗുഡ് വില്ലും നശിച്ച് പരാജയപ്പെട്ടു എന്നാണോ അങ്ങയുടെ വിലയിരുത്തൽ? അതെ, അത് പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി നടത്തുന്ന സമയത്ത് അതുകൊണ്ട് പൊളിറ്റിക്കലായിട്ടുള്ള ഏതെങ്കിലും എനർജിയോ അല്ലെങ്കിൽ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ലാഭമോ ഉണ്ടായാൽ മാത്രമാണല്ലോ ആ പ്രവർത്തനത്തിന് പ്രസക്തികൾ. ഇപ്പോൾ നരേന്ദ്രമോദി തൃശ്ശൂർ വന്നു കഴിഞ്ഞ ദിവസം. പുതിയ വർഷമാണ്. അത് അവർക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ്. അവർക്ക് കൂടുതൽ പ്രചാരണം നൽകുന്നതും കൂടുതൽ പോസിറ്റീവായിട്ട് രാഷ്ട്രീയമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു പ്രതിഫലനം നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് നവകേരള സദസ്സും അവസാനിക്കേണ്ടിയിരുന്നത്. അല്ല, അതിൻ്റെ സംഘാടനത്തിലൂടെ CPM-ൻ്റെ സംഘടനാ മിഷനറി ചലനാത്മകമായിട്ടില്ലേ? അല്ല, സംഘടന അതല്ലാതെയും CPM-ന് അവരുടെ സംഘടന ചലനാത്മകമാക്കാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങൾ വേറെ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-ന് മാത്രമല്ല, CPM-ന് പുറത്തു നിൽക്കുന്ന ആൾക്കാരെയും ഈ ചലനാത്മകതയിലേക്ക് കൊണ്ടുവരില്ലായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യമാണോ നടന്നില്ല. നടക്കാതിരിക്കാൻ കാരണം ആരാണ്? പുറത്തുള്ളവരല്ല, പിണറായി വിജയനാണ് ആ കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. സ്വന്തം പരിപാടിയുടെ റിസൾട്ട് ശരിയായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള ഒരു ലീഡർ എന്ന് പറയുന്നത് അദ്ദേഹം ശരിക്കും എന്തുകൊണ്ടാണ് പിണറായിക്ക് ഇത് മനസ്സിലാവില്ലേ? അല്ല, പിണറായിക്ക് മനസ്സിലാവുന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ബ്യൂറോക്രസിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴാണ് അത് മനസ്സിലാകാതെ പോകുന്നത്. കരുതൽ തടങ്കൽ എന്തിന്? ആരാണത്? കമ്മ്യൂണിസ്റ്റ് ആരാണ്? അത് മനസ്സിലാക്കണം. നിരന്തരമായിട്ട് എല്ലാ കാലത്തും കരുതൽ തടങ്കലിനെതിരെ അതിശക്തമായിട്ട് സമരം ചെയ്തിട്ടുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെ സമരം ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല ആരും. എങ്കിലേ ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്ന രീതിയിൽ ശരിയായ രീതിയിൽ പ്രവർത്തി. കരുതൽ തടങ്കൽ ആർക്കുള്ളതാണ്? ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് തന്നെ ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ഒരു ജോലി റൗളറ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായി. ആ ആക്ട് കൊണ്ടുവരുന്ന സമയത്ത് ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരാളെയും യാതൊരു തരത്തിലും ചോദ്യം ചെയ്യാതെ
അല്ലെങ്കിൽ ഏതെങ്കിലും തരം വിശദീകരണം നൽകാതെ വഴിയിൽ കണ്ടൊരുത്തിനെ പിടിച്ചിട്ട് ജയിലിൽ അടയ്ക്കാനായിട്ടുള്ള വകുപ്പാണ് അതിനകത്തുണ്ടായിരുന്നത്. നിങ്ങളെ എത്ര കാലത്തേക്കും ജയിലിൽ ഇടുക, വിശദീകരണം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനത്തിനെതിരെ പോരാട്ടം നടത്തിയാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നതായിട്ടുള്ള സംവിധാനം തന്നെ വളരുകയും വികസിക്കുകയൊക്കെ ചെയ്ത് എല്ലായിടത്തും അത്തരത്തിലുള്ള പോരാട്ടങ്ങളുടെ മുന്നിലായിരുന്നു നിന്നിരുന്നത്. പിണറായി വിജയൻ്റെ ബാല്യകാലം പരിശോധിച്ചാൽ അത്തരത്തിലുള്ള പോരാട്ടങ്ങൾക്കൊപ്പം നിന്നിരുന്ന ഒരു മനുഷ്യനാണ്. എന്നിട്ട് എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് അത് രാഷ്ട്രീയമായിട്ടുള്ള വലിയ മണ്ടത്തരവും വലിയ പരാജയമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPM മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആസ് എ ഹോൾ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ടല്ലോ. ചന്ദനത്തോപ്പിൽ തൊഴിലാളികൾക്ക് നേരെ വെടിവെച്ചത് EMSൻ്റെ സർക്കാരാണ്, EMSൻ്റെ പോലീസാണ്. അപ്പോൾ കരുതൽ തടങ്കൽ ഒരു ചെറിയ കാര്യമല്ലേ? അല്ല, അത് അങ്ങനെ ഒരു വെടിവെപ്പ് ഉണ്ടാകുകയും ആ വെടിവെപ്പിനെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അംഗീകരിച്ചിരുന്ന ഇല്ലല്ലോ. അന്നത്തെ സർക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചു, മാത്രമേ ഉള്ളൂ. അല്ല, അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാക്കൾ തന്നെ അതിനെ അതിശക്തമായിട്ട് എതിരായിരുന്നു. പക്ഷേ അച്ചടക്കത്തിൻ്റെ പേരിൽ അവരെന്ത് ചെയ്തു? അതിനനുകൂലമായിട്ട് പ്രസംഗിച്ചു. അത് ശരിയാണ്. അതിനുശേഷം വീട്ടിൽ വന്ന് ഛർദ്ദിച്ച ഒരു നേതാവിൻ്റെ ചരിത്രം നമ്മുടെ മുന്നിൽ കിടക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഈ പാർട്ടി പറഞ്ഞ മുഴുവനും കേട്ട് കഴിഞ്ഞിട്ട്, അതാരാണ്? കെ ദാമോദരൻ എന്ന് പറയുന്ന ഭാരതീയ ചിന്ത, അതെ, എത്രയോ പ്രഗത്ഭനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് അദ്ദേഹം. ആ കമ്മ്യൂണിസ്റ്റുകാരന് ഈ ചന്ദനത്തോപ്പിലെ വെടിവെപ്പിനെ ന്യായീകരിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരന്. കാരണം സ്വന്തം സർക്കാർ സ്വന്തം തൊഴിലാളികളെ വെടിയിച്ചു കൊല്ലുന്ന ഒരു സംഭവമായിരുന്നു. അങ്ങനെയാണ് മറ്റേ മുദ്രാവാക്യമുണ്ട്, ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ്. അതെ, അങ്ങനെ ചോദിച്ചു. അങ്ങനെ ചോദിക്കുന്നതിലും യാതൊരു വിധമായിട്ടുള്ള വിമുഖതയില്ലാത്തതായിട്ടുള്ള ഒരു ആൾക്കൂട്ടത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് ഭയങ്കര അബദ്ധമാണ് മനുഷ്യരിങ്ങനെ ആയിത്തീരുന്നത്. അങ്ങനെ മനുഷ്യർ മാറിത്തീരുന്ന സമയത്താണ് ഈ ഫാസിസം ഉണ്ടാകുന്നത്, അടിമത്തം ഉണ്ടാകുന്നത്. കാരണം പാർട്ടി കൂർ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും അതിനെ ന്യായീകരിക്കുന്ന സംവിധാനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചിന്തകനായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു പ്രതീകമായിരുന്ന കെ ദാമോദരനെ അതിനെ ഉൾക്കൊള്ളാനായിട്ട് കഴിയായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രസംഗിച്ചു, പാർട്ടി പറയുന്ന അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്തെ എഴുത്തിൽ അദ്ദേഹം അത് പ്രകടമാക്കുകയും ചെയ്തു. അല്ല, പിണറായി വിജയൻ ഈ അങ്ങ് പറഞ്ഞതുപോലെ പരാജയപ്പെട്ട, ലക്ഷ്യം പാളിയ ഈ നവകേരള സദസ്സിന് ശേഷം പാർട്ടിയെ ജനങ്ങളെ എങ്ങനെയായിരിക്കും കാണുക? അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം എന്താണ്? ആ പാർട്ടി ചെയ്യുന്നത് നല്ലതാണെന്നും ആ പാർട്ടിയെ എല്ലാ ആൾക്കാരും നല്ലതാണെന്ന് പറയുന്നതുമായിരിക്കില്ലേ? അല്ല, ഉൾപാർട്ടി ചർച്ചയിലെങ്കിലും ഉൾപാർട്ടി ചർച്ചയിൽ സ്വാഭാവികമായിട്ടും അവതരിപ്പിക്കാനായിട്ട് കരുത്ത് വേണം. ഈ തിരുത്തൽ ഉണ്ടാവുമോ? ഇന്നത്തെ CPM-നെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള കരുത്ത് ചോർന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. അതാണ് പ്രശ്നം. CPM-ന്റെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ്. ഉൾപാർട്ടി രാഷ്ട്രീയ ചർച്ചകളില്ല. വിമർശനം. പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറിയുടെ ജോലി ചെയ്യുന്നില്ല. പാർട്ടി സെക്രട്ടറിക്ക് മുകളിൽ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ തന്നെ ചീഫായിരിക്കുന്ന, ക്യാപ്റ്റനായിരിക്കുന്ന പിണറായി വിജയൻ അതിൻ്റെ മുകളിൽ എടുത്തു വെക്കപ്പെടുന്നു. ഇത് പാർട്ടി ദ്രവിച്ച് പോകുന്നതിന് കാരണമായി തീരുന്നുണ്ട്. പാർട്ടിക്ക് സെക്രട്ടറിക്ക് അപ്പുറത്ത് ഒരു അധികാര കേന്ദ്രം ഉണ്ടായിരിക്കുന്നു. അതെ, അത് പാർട്ടിക്ക് സെക്രട്ടറിക്ക് പുറത്തധികാര കേന്ദ്രം ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല, ആ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറിയെ പോലും നിയന്ത്രിക്കുന്ന അധികാര കേന്ദ്രമായി മാറി. ഒരു CEO മുൻകാലങ്ങളിൽ ഗവൺമെന്റിന്റെയും അതെ CPM-ന്റെയും CEO വന്നിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1957 അധികാരത്തിൽ വന്നെങ്കിൽ പോലും അന്ന് മുതൽ ഇന്ന് വരെ ഈ പിണറായി ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് വരെയുള്ള ഘട്ടങ്ങളിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഗവൺമെൻറ്റിനെ നിയന്ത്രിച്ചിരുന്നത്. നിയന്ത്രിക്കാൻ അങ്ങനെ വേണം. ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മളെ സഹകരണ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി വരെ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായി മാറിത്തീരുന്നുണ്ട്. അത് ശരിയായ സമീപനമല്ല. കാരണം പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയാണ് ഈ സഹകരണ സംഘത്തിലിരിക്കുന്ന പ്രസിഡൻറ്റ്. തെറ്റോ ശരിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യേണ്ടത്. ഇയാൾ തന്നെ അവിടെ കയറിയിരിക്കുന്ന സമയത്ത് അങ്ങനെ ചോദ്യം ചെയ്യാൻ പുറത്ത് ആരുമില്ലാതെ വരും. അങ്ങനെയാണത് അഴിമതിയിലേക്കും കുഴപ്പത്തിലേക്കും ഒക്കെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംവിധാനം അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. സെക്രട്ടറി എല്ലാത്തിനും ചോദ്യം ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഇവിടെ കേരളത്തിലെ CPM-ന്റെ സെക്രട്ടറിക്ക് അത്തരത്തിൽ ചോദ്യം ചെയ്യാനായിട്ടുള്ള ശേഷിയില്ലാതായി, ശബ്ദമില്ലാതെ പാർട്ടിയുടെ ശബ്ദം കേൾക്കുന്നില്ല. എൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ, നമ്മൾ മോദിയെയും പിണറായിയെയും കുറിച്ചാണ് ചോദിച്ചത്. പിണറായി പരാജയപ്പെട്ടു എന്നങ്ങ് പറഞ്ഞു, മോദിയാണ് വിജയിച്ചതെന്നും പറഞ്ഞു. എങ്ങനെയാണ് മോദി വിജയിച്ചത്? മോദി വിജയിക്കുന്നത് വളരെ പ്ലാൻഡായിട്ടുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് അദ്ദേഹം നിൽക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. മോദിയെ ഏറ്റവും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. അതിന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്, അത് കൃത്യമായിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്.
ആ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നത്. ഈ പെർഫോമൻസ് എന്ന് പറയുന്നത് മോദിയല്ല മോദീനെ നിയന്ത്രിക്കുന്നത്. മോദിക്ക് അപ്പുറത്ത് വലിയൊരു സംവിധാനമുണ്ട്. നമ്മൾ RSSും അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാവേണ്ടുന്ന പോലെയുള്ള സംവിധാനം അവർക്ക് ബി ജെ പി അതിൽ വിജയിക്കുന്നുണ്ട്. BJPയുടെ വിജയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത് ഉണ്ടായിരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല രീതിയിൽ വിജയിച്ചിരുന്നതാണ്. അതിന് പുറത്ത് സൽപ്പേരുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തിരുത്താനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ആ സംവിധാനം എന്ന് പറയുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇല്ലാതായി. BJPക്ക് പക്ഷേ ഇതുണ്ട്. BJPയുടെ പൊളിറ്റിക്സ്, ഞാൻ പറയുന്നത് BJPയുടെ പൊളിറ്റിക്സ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഒരു പാർട്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ആ പാർട്ടി എങ്ങനെയാണ് ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും അവരുടെ കാഴ്ചപ്പാടുകളും സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് പരിശോധിച്ചാൽ BJP ഇത് കൃത്യമായിട്ട് അവരുടെ അജണ്ടകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിൽ പോലും നേരത്തെ നമ്മൾ പറയുന്നത് പോലെ മുൻപ് ഈ BJPയുമായിട്ട് RSSുമായിട്ട് അടുക്കാനായിട്ടുള്ള താല്പര്യം വളരെ കുറവായിരുന്നു സമൂഹത്തിനുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അതേവരെ ഉണ്ടായിരുന്ന നവോത്ഥാന രാഷ്ട്രീയത്തിന് എതിരാണ് എന്നുള്ളത് തന്നെയാണ് അതിശക്തമായിട്ട് എതിർപ്പ് അല്ലേ അതാണ് ചെയ്തിരുന്നത്. പക്ഷേ അതൊക്കെ ഇങ്ങനെ പാളിപ്പാളി പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റവരെന്ന് വെച്ചാൽ നിരന്തരമായിട്ട് അടിച്ചടിച്ചിങ്ങനെ കയറുകയും അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാനായിട്ട് അവർ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ഇന്ന് വന്നിരിക്കുന്നതായിട്ടുള്ള ഇപ്പോൾ എത്തിയിരിക്കുന്നതായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ എങ്ങനെ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നതൊന്നും കേരളത്തിലെ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ഹിന്ദുവാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ആളുകളും ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതിൻ്റെ ഒരു വേലിയേറ്റം തന്നെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ശക്തമായിട്ട് കാണുന്നു. ഹിന്ദുയിസം എന്ന് പറയുന്നത് ശക്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആളുകളെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. യാഥാർത്ഥ്യമാണ്. അല്ല അതെ യാഥാർത്ഥ്യമാണ്. അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അത് കേരളം ഒരിക്കലും ഒരു വർഗീയ സമൂഹം ആയിരുന്നില്ല എന്നുള്ളതാണ്. അത് മാറി 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 ഇപ്പോൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇപ്പോൾ കേരളത്തിൽ ക്രിസ്ത്യാനിറ്റിക്ക് അവരുടെ ഐഡൻറ്റിറ്റി ഉണ്ട്, മുസ്ലിമിന് അവരുടെ സ്വത്വമുണ്ട്, ഹിന്ദുക്കൾക്ക് അതായിക്കൂടെ? അല്ല ഹിന്ദുക്കൾക്ക് അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു മതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർഗീയത എന്ന് പറയുന്നത് ഒറ്റക്കിങ്ങനെ വളർന്ന് പൂത്തുവലഞ്ഞ് വരുന്നതല്ല. ഒരു ഭാഗം പതുക്കെ വർഗീയ കഴിയുമ്പോൾ അതിനെതിരായിട്ട് മറ്റു പ്രബലമായ രണ്ട് മതങ്ങളും വളരെ വർഷങ്ങളായിട്ട് അവരുടെ മതബോധത്തിൽ ഊന്നിയാണ് നിൽക്കുന്നത്. അല്ല അത് അവരെ സെമിറ്റിക് മതങ്ങളുടെ സ്വഭാവങ്ങളുണ്ട്. ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പോലെയല്ല ആയിരുന്നില്ല. ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലെ പോരാട്ടം എന്ന് പറയുന്നത് ഹിന്ദു സമൂഹമാണ് ഹിന്ദു സമൂഹത്തിനെതിരെ പോരാടി. കാരണം ശ്രീനാരായണ ഗുരുവിൻ്റെ കാലത്ത്, അയ്യൻകാളിയുടെ കാലത്ത്, അല്ലെങ്കിൽ പണ്ഡിറ്റ് കറുപ്പൻ്റെ കാലത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അധസ്ഥിതരായിട്ടുള്ള ആളുകൾക്ക് കേരളത്തിൽ വഴിയടക്കാനായിട്ട് ഹിന്ദു നവോത്ഥാന പ്രക്രിയയുടെ ഭാഗമാണ് അനുവദിച്ചിരുന്നില്ല. അപ്പോൾ അതിനെതിരെ പോരാട്ടം നടത്തിയത് ഹിന്ദുവിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടാണ് അവർക്ക് ജീവിക്കാനുള്ള. ഹിന്ദുവിനെതിരെയാണോ ഹിന്ദു മതത്തിലെ അനാചാരങ്ങൾക്കെതിരെയാണോ? അതെ അനാചാരങ്ങൾക്ക്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ഹിന്ദുവിനെതിരെ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിനകത്തുള്ള പോരാട്ടമാണല്ലോ പ്രധാനപ്പെട്ടത്. മനസ്സിലായി? അതല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഹിന്ദുവിനെതിരെ എന്ന് പറയുന്നതിൽ വേറെ അർത്ഥമില്ല. പക്ഷെ അന്ന് നിലനിന്നിരുന്ന അനാചാരങ്ങളെന്ന് പറയുന്നത് വളരെ ശക്തമായിരുന്നു. ആ അനാചാരം ഇപ്പോൾ പുരോഗമനപരമായ ഒരു കാഴ്ചപ്പാടല്ലേ ഹിന്ദു മതത്തിൽ അനാചാരം ഉണ്ടെങ്കിൽ അവർ തന്നെ ഒരു പരിഷ്കരിക്കാനും മാറ്റാനും പുരോഗമനപരമായിരുന്നു. മറ്റു രണ്ട് മതങ്ങളിൽ അങ്ങനെ കാണുന്നില്ല. അത് പുരോഗമനപരമായിരുന്നു. ആ പുരോഗമനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ശക്തി എന്ന് പറയുന്നത്, ഊർജ്ജം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവുകയും ചെയ്തതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലുണ്ടായത്. ഹിന്ദുവിന്റെ പുരോഗമന ആറ്റിറ്റ്യൂഡ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ സെമിസ്റ്റിക് മതങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ഇല്ല. എത്രയോ നൂറ്റാണ്ടുകൾക്ക് പിന്നിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഒരു പരിഷ്കരണം വേണമെന്നും പറയുന്നില്ല. അല്ല അവരെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരായിരുന്നു. ക്രിസ്ത്യാനികൾ അതിശക്തമായിട്ട് എതിരായിരുന്നു, മുസ്ലിങ്ങൾ ശക്തമായിട്ട് അവരെ ചേർത്ത് പിടിക്കാനും അവരെ ഒപ്പം ചേർക്കാനും ഒക്കെ പുതിയ തരത്തിലേക്ക് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പൊ ഇന്നത്തെ കാലത്തേക്ക് വരുന്ന സമയത്താണ് അതിന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ മാറിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാറിയിട്ടുള്ളൂ. അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിന് വേണ്ടി അങ്ങനെ അധികാരത്തിന്റെ ഭാഗമായി വന്ന സമയത്ത് സംഭവിച്ച പ്രശ്നമാണ്. ഹിന്ദു സഹാക്കള്, മുസ്ലിം സഹാക്കൾ, ക്രിസ്ത്യൻ സഹാക്കൾ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് അധികാരത്തിന്റെ ഭാഗമായിട്ട് വന്ന ദുരന്തമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ അധികാരത്തിന്റെ ദുരന്തമാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജിയെ തന്നെ പൊളിച്ചു കളയുന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്ന പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെയും അയ്യൻകാളിയുടെയും പണ്ഡിറ്റ് കറുപ്പൻ്റെയും ഒക്കെ പോരാട്ടങ്ങൾ കാണുന്നത്. ആ പോരാട്ടങ്ങൾ ഉയർത്തിവിട്ട ഒരു രാഷ്ട്രീയവും അത് ഉയർത്തിവിട്ടിരിക്കുന്നതായിട്ടുള്ളൊരു സാംസ്കാരിക സവിശേഷതയും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പേരിലാണ് നമ്മൾ വർഗീയമായ ഒരു സമൂഹമായിട്ട് പതുക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയും നമ്മുടെ സോഷ്യൽ മീഡിയ അതങ്ങനെ ആയിത്തീരുകയും ചെയ്യുന്നു. അതിൽ മുസ്ലിങ്ങളുടെ പങ്ക് വലുതാണ്, ക്രിസ്ത്യാനികളുടെ പങ്ക് വലുതാണ്, CPM-ന്റെ പങ്ക് വലുതാണ്. അതെ
സ്വാഭാവികമായിട്ടും. കാരണം ഇതിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ ബാലൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ശരിയായ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുപോകാൻ CPM-ന് കഴിഞ്ഞിരുന്ന ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും. CPM പക്ഷം പിടിക്കല്ലേ? അതെ, ഇപ്പോൾ പക്ഷം പിടിക്കുന്നതിൻ്റെ കാരണം എന്താണ്? പക്ഷം മാത്രമേ ഉള്ളൂ. അല്ല, വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്നതായിട്ടുള്ള പ്രവർത്തന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ദുരന്തങ്ങളിലേക്ക് ഈ കാര്യങ്ങളെല്ലാം എത്തിച്ചേർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ വോട്ട് രാഷ്ട്രീയമാണ് അപകടത്തിലേക്ക് എത്തിയത്. അതുകൊണ്ടാണ് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ക്രിസംഗി എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാകുക, കുറേ കഴിഞ്ഞ സമയത്ത് മുസ്ലിങ്ങളുടെ ഇടയ്ക്കും ചിലപ്പോൾ ആ തരത്തിലുള്ള ഒരു സംഘി പറയാറുണ്ട് CPIM എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റാണ്, ആ എം ഇപ്പോൾ മുസ്ലിം എന്നായി മാറിയിട്ടുണ്ട് എന്ന് തമാശയായി പറയാറുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ തീരുമാനം അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ വിജയം എന്ന് പറയുന്നത് നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഉണ്ടാകാൻ പോകുന്നൊരു കാലമാണ് വരാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. ക്രിസ്ത്യാനികൾ നേരത്തെ സമ്പൂർണ്ണമായിട്ട് കോൺഗ്രസ് ആയിരുന്നവർ. അവർ കമ്മ്യൂണിസ്റ്റുകാരെ ഒരു കാരണവശാലും അവരുടെ വീടിൻ്റെ ഏഴായാലത്ത് പോലും കയറ്റുമായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ അവനെ അടക്കം ചെയ്തിരുന്നത് തെമ്മാടിക്കുഴികളിലായിരുന്നു. പള്ളികളുടെ ശ്മശാനങ്ങളിൽ അവർ കയറ്റുമില്ലായിരുന്നു. അത്ര ശക്തമായിരുന്നു. അപ്പോൾ അവർ മാറി, അവർ കുറേയധികം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരൊക്കെ. പക്ഷേ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് കേട്ടുകേഴ്വിയില്ലാത്ത ചില സംഘടനകളുണ്ട് പൊതു സമൂഹത്തിന്. സമസ്ത പോലെയുള്ള സംഘടനകൾ. ഇന്ന് സമസ്ത പോലെയുള്ള സംഘടനകളാണ് CPM-ന്റെ അജണ്ട തീരുമാനിക്കുന്നത്. അല്ല, അതാണ് ഈ രാഷ്ട്രീയത്തിന് വന്നിരിക്കുന്ന ദുരന്തം എന്ന് പറയുന്നത്. രാഷ്ട്രീയം പ്രത്യയശാസ്ത്രമല്ല അവിടെ പ്രശ്നം. മനസ്സിലായി? എങ്ങനെയാണ് ഇവരുടെ നിലപാട് നോക്കിയിട്ടാണല്ലോ ഈ വടക്ക് നോക്കിയ യന്ത്രങ്ങൾ പോലെ ആകുകയാണ് ചെയ്യുന്നത്. അതാണ് അപകടം. അത് മാറേണ്ടത്. അത് മാറിയാൽ മാത്രമാണ് നമുക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്നൊക്കെ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല സാധ്യമാണ്. കാരണം ആളുകൾ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് വായിക്കാൻ തയ്യാറില്ലാത്ത, പഠിക്കാൻ തയ്യാറില്ലാത്ത സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് പഠനം ശക്തമായിട്ട് നടക്കുമായിരുന്നു. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ലാസ്സുകൾ, സ്റ്റഡി ക്ലാസ്സുകൾ എന്നൊക്കെ പറയുന്നത് ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ നടന്ന ക്ലാസ്സുകളായിരുന്നു. മനുഷ്യനെ ആക്കിയെടുക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗം കൂടിയായിരുന്നു. അതെല്ലാം പോയിട്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ, പ്രത്യേകിച്ച് CPM-കാർ ആരാണ് വായിക്കുന്നത്? ഒറ്റ ചോദ്യം കൊണ്ട് നമുക്ക് ഈ സംവാദം അവസാനിപ്പിക്കാം. 2024 ആരാണ് ജയിക്കാൻ പോകുന്നത്, പിണറായിയോ മോദിയോ? അതെ, 2024 കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇനിയും ഞാനിങ്ങനെ BJP ഈ 2024 സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒക്കെ BJP ജയിക്കും എന്ന് കരുതുന്ന ഒരാളല്ലേ. മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാറ്റം വരികയും കുറേ നാളുകൾക്ക് ശേഷം അതിന് ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ അതിന് മാറ്റം ഉണ്ടാകും. ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഇപ്പോഴും അവർക്ക് കടന്നു കയറാനായിട്ടുള്ള ഒരു സാധ്യതയിലേക്ക് എത്തിയിട്ടില്ല അവരെന്നാണ് ഞാൻ കരുതുന്നത് 2024-ലും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പല സർവേയും കാണുന്നുണ്ട്. ആ സർവേയിലൊക്കെ ഇവിടെ BJPക്ക് ഞാൻ പിണറായിയെ കേരളത്തിൻ്റെ ഭൂമികയിലും മോദിയെ അഖിലേന്ത്യാ തലത്തിലും കണ്ടുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. ശരിയാണ്. ഞാൻ ഈ ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞു. ഈ 2024 മോദിയെ സംബന്ധിച്ചിടത്തോളം മോദി തന്നെ ആയിരിക്കുമല്ലോ അധികാരത്തിൽ വരിക. അത് അദ്ദേഹം അതിൻ്റെ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടമാക്കേണ്ടായിരുന്നു. അങ്ങയുടെ നിരീക്ഷണത്തിൽ അങ്ങനെ തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം എതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ മൂവ്മെൻറ്റ് അത്ര പ്രബലമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇനി സമയം കുറവാണ്, വളരെ കുറച്ച് സമയമുള്ള. അതിനിടയ്ക്ക് നമ്മളുടെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയൊന്നും ശക്തിപ്പെട്ട് അതിനെതിരെ അധികാരം അട്ടിമറിക്കാൻ പറ്റുന്ന തരത്തിൽ വരും എന്ന് നമ്മൾ കരുതുന്നില്ല, ഞാൻ കരുതുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പൊതുവെ നമ്മളുടെ ഈ സമൂഹവും അങ്ങനെ കരുതുന്നില്ല എന്നാണ് എനിക്ക്. ഇപ്പോൾ നമ്മൾ വഴിയിലിറങ്ങിയ ഒരാളുടെ പല ടെലിവിഷൻ ചാനലുകളും നമ്മളുടെ ചാനലൊക്കെ ചോദിക്കാറുണ്ട്, ആര് വരും എന്ന് ചോദിക്കുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നത് മോദി വരും. എന്താ കാരണം? 10-7 പേരും പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മറ്റൊരാളെ ഞങ്ങൾ കാണുന്നില്ല എന്നാണ് പറയുന്നത്. അതാണ് പ്രശ്നം. മറ്റൊരാളെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും എത്തിച്ചേരാത്തതിൻ്റെ ഫലമായി 2024-ലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് മോദിയെ തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.